എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ശശി തരൂർ കോൺഗ്രസിന് വലിയ ബാധ്യതയാണ്. ഈ ബാധ്യതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനല്ല ബാധ്യത കേട്ടോ. കോൺഗ്രസിലെ ഇപ്പോ അടുത്ത മുഖ്യമന്ത്രി ആരാവണമെന്നൊക്കെ ആലോചിച്ച് കൊടുക്കുന്ന വി ഡി സതീശനും സുധാകരനും ഒക്കെ ഇദ്ദേഹം ഒരു വലിയ ബാധ്യതയാണ്. കാരണം അടുത്ത നിയമസഭാ ഇലക്ഷൻ അടുക്കുമ്പോഴത്തേക്കും എങ്ങനെയെങ്കിലും ശശി തരൂർ നമ്മുടെ ഈ കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷമൊക്കെ അംഗീകരിക്കുന്ന തലത്തിലേക്ക് ഒരു വലിയ നേതാവായിട്ട് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. തൊട്ടപ്പുറത്ത് രമേശ് ചെന്നിത്തല കാലം കുറേയായിട്ട് മറവിലായിരുന്നു. അദ്ദേഹം ഒരു പക്ഷേ തെളിഞ്ഞ് ഈ ഒരു നിയമസഭാ ഇലക്ഷൻ എടുക്കുമ്പോഴേക്കും നമ്മുടെ മുമ്പോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോ എല്ലാവരും പറയുന്നത് ശശി തരൂർ എങ്ങോട്ട് പോകുമെന്നാണ്. ഇപ്പൊ നമുക്കറിയാം, ശശി തരൂരിനെ ആരെയും വിളിക്കുന്നില്ല. ശശി തരൂരിനെ ആരും വിളിക്കുന്നില്ല. കോൺഗ്രസിന്റെ എന്തെങ്കിലും മീറ്റിംഗ് നടക്കും പോലും ശശി തരൂർ അറിയുന്നില്ല. ഇദ്ദേഹം ഒരു ചില്ലറ മനുഷ്യനല്ല. ഒരിക്കലൊരു എന്താ പറയുക, ഒരു വലിയ നേതാവായിട്ട് ലോകം മുഴുവൻ അറിയപ്പെടേണ്ട ഒരു നേതാവായിട്ടൊക്കെ മാറേണ്ട ഒരു മനുഷ്യനായിരുന്നു. UN-ലേക്ക് മത്സരിക്കപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയാണ്. നല്ല വ്യൂറുള്ള മനുഷ്യനാണ്. നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വത്തെ കുറിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ടും ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഒരു സാധാരണ ചേപ്ര രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് കവിഞ്ഞ് അദ്ദേഹത്തിന് ഒരു അല്പസ്വല്പം അറിവ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ LDF എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ ഗവൺമെന്റ് എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ ആ നല്ലതിനെ ഒരു മടിയും കൂടാതെ അത് ബെറ്റർ ആണ്, അത് സൂപ്പർബാണെന്ന് പറയാൻ ഒരു മടിയില്ല. രാഷ്ട്രീയപരമായിട്ട് എന്ത് നല്ലത് കൊണ്ടുവന്നാലും ഞാൻ എതിർക്കും എന്ന് നമ്മുടെ സുധാകരനും നമ്മുടെ വി ഡി സതീശനും പറയുന്ന പോലെ ശശി തരൂർ പറയില്ല എന്നുള്ളതാണ്. നല്ല കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഈ ഗവൺമെന്റിനൊപ്പം നിൽക്കും. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഈ ഗവൺമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നല്ലതാണെങ്കിൽ ആ ഗവൺമെന്റിനൊപ്പം നിന്നാൽ എന്താ പ്രശ്നം എന്ന രീതിയിൽ ശശി തരൂർ പറയുക മാത്രമല്ല അതിനുവേണ്ടി എഴുതുക പോലും ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോ അടുത്ത കാലത്ത് ശശി തരൂർ നമ്മുടെ CPM-നെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ നന്നായിട്ട് അഭിനന്ദിക്കുന്നു എന്ന ഒരു പരാതിയുടെ ഭാഗമായിട്ട് ഇപ്പോ ഒരു ഗംഭീര മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ആ മീറ്റിംഗിന്റെ ഭാഗം അവിടെ നടക്കുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ശശി തരൂരിനെ BJP-യിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ പത്മജ വേണുഗോപാൽ നടത്തുന്നുണ്ട്. പത്മജ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ മുമ്പ് പറഞ്ഞത് ഇപ്പൊ തരൂർജി പറയണമെന്നേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോ എനിക്ക് ഞാൻ പറഞ്ഞൊന്നും തെറ്റല്ല എന്നിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ പറ്റണില്ല. ഞാൻ പല KPC മീറ്റിങ്ങുകൾക്ക് പോകുമ്പോഴും അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല. ചോദിച്ചാൽ പറയും വിളിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ വിളിച്ചിട്ടില്ല. അദ്ദേഹം ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് പങ്കെടുപ്പിക്കില്ല. ഒരു അകറ്റി നിർത്തുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും പത്മജ പറയുന്നത് ശശി തരൂരിനെ മനഃപൂർവ്വം നേതാക്കൾ അകറ്റി നിർത്തുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ശശി തരൂർ എന്ന് പറയുന്നത് ഭയങ്കര കരിസ്മയുള്ള വ്യക്തിയാണ്. വളരെ പെട്ടെന്ന് ആളുകളായിട്ട് ഇടപെടാനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് നമുക്ക് ഓഡിബിൾ ആയിട്ടുള്ള, ഒപ്പം തന്നെ നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം നൽകാനൊക്കെ കഴിയുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ ശശി തരൂർ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഈ നേതാക്കന്മാരുടെ ഈ കരകൊലു മുന്നോട്ട് വെച്ച നേതാക്കന്മാരുടെ ഈ പ്രസക്തി കുറഞ്ഞു പോകുന്ന ആ നേതാക്കന്മാർ തന്നെ ഭയപ്പെടുന്നുണ്ട്. സുധാകരനടക്കം അല്ലെങ്കിൽ വി ഡി സതീശനടക്കം. അതുകൊണ്ടായിരിക്കും ഈ മാറ്റി നിർത്തൽ അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് തോന്നിപ്പോകുന്നത് കേട്ടോ. പാർട്ടിക്കാര് പക്ഷെ അതൊക്കെ അദ്ദേഹത്തിന്റെ തീരുമാനമാണ്, ഏത് പാർട്ടി വേണം എന്ത് വേണം എന്നൊക്കെയുള്ള. പക്ഷെ ഇനി ശശി തരൂര് അതിൽ തുടരുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം അപമാനിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഈ ഛർദിച്ചതെല്ലാം ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് അങ്ങ് വിഴുങ്ങാൻ പറ്റില്ലല്ലോ. അദ്ദേഹം നല്ലോണം പറഞ്ഞു, അതിന് മറുപടി ഇവര് പറഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു മോളിൽ നിന്ന് കണ്ണുരുട്ടിയപ്പോ എല്ലാവരും പാലും ചുരുട്ടി മുന്നോട്ട് പോയി. ഇത്രയും എനിക്ക് അത് കണ്ടപ്പോ തോന്നിയത്. അത് സ്ഥിരമുള്ള കാര്യമാണ്. നമ്മളെ പോയി വിളിക്കേണ്ട കാര്യമില്ല, അദ്ദേഹമാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ആദർശങ്ങള് ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അത് നമ്മൾ പറയുന്ന ഇപ്പോഴും ഈ മിനിറ്റിലും ഞാൻ പറയണം അദ്ദേഹത്തിന് സ്വാഗതം. ഈ സ്വാഗതം എന്ന് പറയുന്നത് ചാണകക്കുഴിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല ശശി തരൂർ ചാണകക്കുഴിയിലേക്ക് ചാടുമെന്ന് തോന്നുന്നില്ല. എന്നാൽ അതേസമയം തന്നെ ശശി തരൂർ എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരിടം അത് മിക്കവാറും ഇടതുപക്ഷമായിരിക്കും. ഇനിയിപ്പോ ഇടതുപക്ഷത്തേക്കുള്ള ചായ്വിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്കുള്ള വരവിന്റെ തുടക്കമായിട്ടാണോ പിണറായി വിജയൻ എങ്ങനെ പുകഴ്ത്തി വരുന്നത്? താൻ പറഞ്ഞതിൽ നിന്ന് ഒരു പടി പോലും ഇദ്ദേഹം പുറകോട്ട് പോയിട്ടില്ല എന്ന് കൂടി അറിയാം. എന്തൊക്കെയായാലും കോൺഗ്രസിന്റെ വലിയ നേതൃനിരയെ മുഴുവൻ അങ്ങോട്ട് ഡൽഹിയിലേക്ക് വിളിക്കുന്നു. നല്ല പച്ചത്തെറി പറയുന്നു, നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക, നിങ്ങളിങ്ങനെ പരസ്പരം ചളി വാരി എറിയുന്ന പരിപാടി നിർത്ത്, നിയമസഭ ഇലക്ഷനാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരൊന്ന് അടങ്ങി എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. അതിന്റെ ഭാഗമായിട്ട് സുധാകരൻ പറയുന്ന വാക്കുകൾ ഭയങ്കര രസമാണ് കേട്ടോ. കേരളം ഞങ്ങൾ തട്ടിയെടുക്കും. ഒറ്റ വാക്ക് കേരളം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി തട്ടിയെടുക്കും. അതിനുള്ള പ്രതിജ്ഞ എടുത്താണ്
നമ്മൾ ഇന്നത്തെ യോഗം അവസാനിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പറയുന്നത് കേരളം തട്ടിയെടുക്കുമെന്നാണ്. ഇതെന്തോ ഈ കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരാണല്ലോ ഈ തട്ടിയെടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ തട്ടിയെടുക്കാൻ മാത്രം ആരൊക്കെയോ കൊണ്ടുപോയിരിക്കുന്നു. നല്ല ആൾക്കാരുടെ കയ്യിൽ എന്തെങ്കിലും കിട്ടുന്ന സംഗതിയാണല്ലോ ഈ തട്ടിയെടുക്കല്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നല്ല വ്യക്തികളുടെ കയ്യിൽ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു നിഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ മറ്റുള്ള കൈക്കലാക്കുന്നതിനാണ് തട്ടിയെടുക്കുക എന്ന് പറയുന്നത്. ആ രീതിയിൽ തട്ടിയെടുക്കുമെന്നാണ് നമ്മുടെ സുധാകരൻജി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം കേട്ടോ. ഗംഭീരമായ വാക്കുകളാണ്, ആശയങ്ങളാണ്. അതുകൊണ്ട് ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്തായാലും ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ വി ഡി സതീശനൊക്കെ ഏതൊക്കെ മൂലയ്ക്ക് പോയിട്ടുണ്ട്. ഇതാണ് ഇവരുടെ അവസ്ഥ. പാർട്ടിയിൽ ഒരു തരത്തിലുള്ള ഭിന്നതയുമില്ല. കളക്റ്റീവ് ലീഡർഷിപ്പോട് കൂടി പാർട്ടി മുന്നോട്ട് പോകും. രാഹുൽ ഗാന്ധി, സോണിയ, പ്രിയങ്ക ഗാന്ധിയും അതോടെ മല്ലികാർജുന ഖാർഗെയും എല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതാണ് ദേവദാസ് മുൻഷിയും കെ.സി. വേണുഗോപാലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനം. മാധ്യമങ്ങളെ കാണുന്നത് അതല്ല ഇനി വരും ദിവസങ്ങളിൽ തയ്യാറാണ്. നേതാക്കൾ മാധ്യമങ്ങളെ കാണരുതെന്ന് പറയുന്നത് മാധ്യമങ്ങളെ കാണരുതെന്നല്ല, പാർട്ടി ലൈന് വിരുദ്ധമായി ആരും പറയാൻ പാടില്ലെന്നാണ്. അത് സ്വാഭാവികമല്ലേ. അത് നമ്മുടെ ശശി തരൂരിലുള്ള ഒരു കൊട്ടാണ് കേട്ടോ. പാർട്ടി ലൈന് വിരുദ്ധമായിട്ടുള്ളതൊന്നും പറയരുത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ചേപ്ര കോൺഗ്രസ്സുകാരനായിട്ട് ജീവിക്കാൻ നടത്താം. പിണറായി ഗവൺമെന്റ് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അതിനെ എതിർക്കുക എന്ന് പറഞ്ഞ ഒറ്റ പരിപാടിയേ പറ്റുള്ളൂ. എന്ത് ചെയ്താലും എതിർക്കുക, അത് നല്ലതായാലും ചീത്തതായാലും. ഇതാണ് നമ്മുടെ കോൺഗ്രസിന്റെ പാർട്ടി ലൈന്. ആ ലൈന് വിട്ട് ആരും കളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂരെ നിങ്ങൾ കളിച്ചു പോകരുത് എന്നാണ് ഇപ്പോൾ ഇവർ ഉപദേശിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ ഉപദേശങ്ങളൊക്കെ ശശി തരൂര് സ്വീകരിക്കുമോ ഇല്ലോ എന്നുള്ളതാണ് നമ്മളൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യം. എന്തായാലും നോക്കാം അല്ലേ. ബൈ.